ഇടുക്കി പുല്ലുംപാറയിൽ അപകടത്തിൽപ്പെട്ട KSRTC ബസിന്റെ ബ്രേക്കിന് തകരാറില്ലെന്ന മോട്ടോർ വാഹന വകുപ്പ്. വാഹനത്തിൽ നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് ഇവർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ചെറിയ ഗിയറിൽ ബസ് ഇറങ്ങി വന്നതാണോ അപകട കാരണമെന്നും മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ പുലർച്ചെ തഞ്ചാവൂരിലെ തീർത്ഥയാത്രയ്ക്ക് ശേഷം തിരികെ വരും വഴി അപകടത്തിൽപ്പെട്ട മാവേലിക്കര ഡിപ്പോയിലെ KSRTC ബസ് ഉയർത്തി രാത്രിയിലാണ് പെരുവന്താനം പോലീസ് സ്റ്റേഷനിലെത്തിച്ചത്. അപകടത്തിൽ 4 പേരാണ് മരിച്ചത്. ബസിന്റെ പിൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകടമുണ്ടായത് ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണെന്നായിരുന്നു ബസ് ഡ്രൈവർ രാജീവ് പറഞ്ഞത്. എന്നാൽ പരിശോധനയ്ക്ക് ശേഷം ഇക്കാര്യം നിരാകരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. വാഹനത്തിന്റെ ബ്രേക്ക് സംവിധാനത്തിന് പ്രശ്നങ്ങളില്ല എന്നും മറ്റേതെങ്കിലും തരത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നതിന് ടയർ അഴിച്ച് പരിശോധിക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് RTO KK രാജീവ് വ്യക്തമാക്കി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വാഹനത്തിന്റെ സാങ്കേതിക സംവിധാനങ്ങൾ നിലവിൽ പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അന്തിമമായ തീരുമാനത്തിനാണ് ഈ വണ്ടിയുടെ ഘടകഭാഗം, അതായത് ഹബ്ബ് അഴിച്ചിട്ട് ബ്രേക്ക് ഷൂവിന്റെ നിലവിലുള്ള സ്ഥിതി കൂടി പരിശോധിച്ച ശേഷം അന്തിമമായ തീരുമാനത്തിലെത്തി. പിന്നെ മറ്റുള്ള അഭിപ്രായങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ മോട്ടോർ വാഹന വകുപ്പ് എന്നുള്ള നിലയിൽ അഭിപ്രായം പറയുന്നില്ല. റിപ്പോർട്ട് ഈ ഭാഗം കൂടി അയച്ച ശേഷം നമ്മൾ വണ്ടി റിലീസ് ചെയ്യാനുള്ള അനുമതി കൊടുക്കും. റിപ്പോർട്ട് ഈ വക കാര്യങ്ങൾ 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ് KSRTC, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, ഈ 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൂടിയാലോചിച്ചിട്ട് റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ. അടുത്ത ദിവസം വീലഴിച്ച് പരിശോധന നടത്തിയ ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. അതേസമയം ഇറങ്ങി വന്ന ബസ് ഏത് ഗിയറിലായിരുന്നു എന്നതും പരിശോധനയിലുണ്ട്. ചെറിയ ഗിയറിൽ ഇറങ്ങി വന്ന ബസ്സിന് നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടം ഉണ്ടാവുകയായിരുന്നു എന്നതാണ് സംശയത്തിന് ആധാരം. ഇതിനിടെ കൊട്ടാരക്കര ദിണ്ടിഗൽ റോഡിൽ തിരക്കുള്ള വൈകുന്നേര സമയത്ത് ബസ് ഉയർത്താൻ റോഡ് ബ്ലോക്ക് ചെയ്ത നടപടി വിവാദത്തിലായി. ഇവിടെ ബന്ധപ്പെട്ട പോലീസിന്റെയും MVD ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ ഈ സമയം നേര് പറഞ്ഞാൽ വാഹനം തടയാൻ നോക്കുകുത്തുകളായി നിൽക്കുകയായിരുന്നു. നിരവധി അനവധി ആംബുലൻസുകളൊന്നും അവരെ കടത്തിവിടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയില്ല. 5 മണിക്കൂറോളം റോഡ് ബ്ലോക്ക് ചെയ്തതോടെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ രാത്രി വൈകിയാണ് വീടുകളിലെത്തിയത്. ശബരിമല തീർത്ഥാടകരും റോഡിൽ കുടുങ്ങി. ജനം, ഇടുക്കി.